ഇത് ഞാൻ കണ്ടന്റിന് വേണ്ടി എടുക്കുന്ന വീഡിയോ അല്ല. ഓൾറെഡി ഇന്നത്തെ വീഡിയോ ഞാൻ 1 മണിക്കൂർ മുന്നേ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ബട്ട് ഐ ജസ്റ്റ് വാണ്ടഡ് ടു ടെൽ യു സംതിങ്. എനിക്ക് 6:10 വരെ കോളേജുണ്ട്. അപ്പം ഇന്ന് കോളേജ് കഴിഞ്ഞിട്ട് ഒരു ബാഡ് ഡേ ആയിരുന്നു. ഞാൻ എന്തോ കാര്യമായി ആലോചിച്ച് ഫോർ സം റീസൺ ഞാൻ ഫ്രണ്ട് ഗേറ്റ് വഴിയാണ് ഇറങ്ങിയത്. അപ്പോൾ എനിക്ക് 2 ഗേറ്റ് വഴി ഇറങ്ങാം. ഒന്നുകിൽ ബാക്ക് ഗേറ്റ് ഇല്ലെങ്കിൽ ഫ്രണ്ട് ഗേറ്റ്. അപ്പോൾ ഈ ബാക്ക് ഗേറ്റ് വഴി ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് പരിചയമുള്ള ആരും കാണൂല. അപ്പോൾ ഞാൻ ഈ മിക്കവാറും മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്ന ദിവസം ബാക്ക് ഗേറ്റ് വഴിയായിരിക്കും ഇറങ്ങാറ്. എനിക്ക് മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്ന ടൈമിൽ ആരെയും അങ്ങനെ പരിചയമുള്ള ആൾക്കാരെ കാണുന്നതോട് താല്പര്യമില്ല. അപ്പോൾ എനിക്ക് അറിഞ്ഞൂടെ ഇന്ന് ഞാൻ എന്ത് ചിന്തിച്ചാണ് ഫ്രണ്ട് ഗേറ്റ് വഴി ഇറങ്ങിയെന്ന്. അപ്പോൾ എൻ്റെ മനസ്സിൽ എന്തുണ്ടെങ്കിലും അതെൻ്റെ മുഖത്ത് വരും. മുഖം എന്ന് പറയുന്നത് മനസ്സിൻ്റെ കണ്ണാടിയാണ്. എൻ്റെ കാര്യത്തിൽ പക്കയാണ് ആ കാര്യം. അങ്ങനെ ഞാൻ വന്നുകൊണ്ടിരിക്കവേ മങ്ക ആൻറ്റിയുടെ ഹസ്ബൻഡിനെ കണ്ടു. മങ്ക ആൻറ്റി എന്ന് വെച്ചാൽ ഞാൻ തിരുച്ചിക്ക് വന്ന് 3-ാം നാൾ ആൻറ്റിയെ പരിചയപ്പെട്ടിട്ട് ആണ് എനിക്ക് വീട് സെറ്റായതും. വിജയലക്ഷ്മി ആൻറ്റിയെ മങ്ക ആൻറ്റിയാണ് എനിക്ക് പരിചയപ്പെടുത്തുന്നതും. ഇവരെല്ലാവരും എൻ്റെ ലൈഫിൽ ടോട്ടൽ സ്ട്രേഞ്ചേഴ്സാണ്. ബട്ട് ഈ സ്ട്രേഞ്ചേഴ്സാണ് എൻ്റെ ലൈഫിൽ എനിക്ക് ഹെൽപ്ഫുൾ ആയത്. അപ്പോൾ ആൻറ്റിയുടെ ഹസ്ബൻഡ് അവിടെ കടയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ റോഡിൻ്റെ ഓപ്പോസിറ്റ് അങ്കിൾ എന്നെ കൈയാട്ടി വിളിച്ചു. അപ്പോൾ ഞാൻ അടുത്ത് ചെന്ന് അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്താ അങ്കിളെ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അങ്കിൾ പറഞ്ഞ് എന്തോ മുഖം ഒരുമാതിരി ഇരിക്കണ പോലെ എനിക്ക് തോന്നി. എന്ത് പറ്റി എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് എന്നെ അറിഞ്ഞുകൂടാ എനിക്ക് എന്ത് പറ്റിയെന്ന്. ഞാൻ ഡിസ്റ്റർബ്ഡ് ആയിരുന്നു, അതെനിക്കറിയായിരുന്നു. അല്ലാതെ കൂടുതലൊന്നും എനിക്ക് പറയാൻ അറിഞ്ഞൂടാ. അപ്പോഴേക്കും അങ്കിൾ അവിടെ നിർത്തിയിട്ട് മങ്ക ആൻറ്റിയെ ഫോൺ ചെയ്ത് മങ്ക ആൻറ്റി സ്കൂട്ടർ എടുത്തുകൊണ്ട് വന്ന് എന്നെ പിന്നെ ഈ വീട്ടിൽ കൊണ്ടാക്കി. ഇതിനെ ഞാൻ എന്ത് വിളിക്കണം എന്ന് എനിക്കറിഞ്ഞൂടാ. ഐ വാസ് ടച്ച്ഡ്. ഓക്കെ, എനിക്ക് നല്ല രീതിയിൽ അങ്ങ് കൊണ്ടു. ഇവരെല്ലാം ഞാൻ പറഞ്ഞില്ല എൻ്റെ ലൈഫിൽ ടോട്ടൽ സ്ട്രേഞ്ചേഴ്സാണ്. ഇവർക്ക് അങ്ങനെ ചെയ്യേണ്ട കാര്യം പോലും ഇല്ല. അവർ കാരണം എനിക്ക് വീട് സെറ്റായി കഴിഞ്ഞു. അവരുടെ ഡീൽ അവിടെ ക്ലോസ് ആണെന്ന് വിചാരിച്ചാൽ മതിയായിരുന്നല്ലോ. ബട്ട് അവർ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തെന്ന് എനിക്ക് ഇപ്പോഴും അറിഞ്ഞുകൂടാ. അപ്പോൾ തൊട്ട് ഞാൻ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരൊക്കെ എന്തായിരിക്കും അങ്ങനെ ചെയ്തുകൊണ്ടുള്ള ഗുണം? അല്ലെങ്കിൽ അങ്ങനെ ലാഭവും നഷ്ടവും നോക്കാതെ ജീവിക്കുന്ന ആൾക്കാർ ഇപ്പോഴും നമ്മൾ ഭൂമിയിലോ ജീവിച്ചിരിപ്പുണ്ടോ? എനിക്ക് ഒരു ഐഡിയ ഇല്ല. പക്ഷേ എൻ്റെ കണ്ണൊക്കെ അങ്ങ് നിറഞ്ഞു പോയി. ഐ ഫെൽറ്റ് സോ ടച്ച്ഡ്. ഓക്കെ, എനിക്ക് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ട് കുറേ വർഷങ്ങളായി, ഒരുപാട് വർഷങ്ങൾ. ദിസ് ഇസ് വൈ ഐ ലൈക്ക് ദിസ് പ്ലേസ് മോർ. കാരണം ഇവിടെ വന്നിട്ടാണ് ഇങ്ങനത്തെ എക്സ്പീരിയൻസസ് കൂടുതൽ. ചിലപ്പോൾ നമുക്ക് ഒരാളുടെ ഡേ മാറ്റിയെടുക്കാൻ പറ്റിയേക്കാം, അല്ലെങ്കിൽ അതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത്ര ഇതായിട്ട് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ദിസ് ഇസ് ഫസ്റ്റ് ടൈം ഇങ്ങനെ ഒരാളെ എഫേർട്ട് ഇട്ട് ഒക്കെ ചെയ്യണത്. എനിക്ക് അറിഞ്ഞുകൂടാ എന്ത് പറയണമെന്ന്. ബി കൈൻഡ് പീപ്പിൾ. അത് കുറേ മനുഷ്യരിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും. ചിലപ്പം ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഭയങ്കര റൂഡായിട്ട് ബിഹേവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളുടെ